എല്ലാവരും എമ്പുരാൻ സിനിമയുടെ റിലീസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ്റെ കഷ്ടപ്പാടുകളും കഷ്ടകാലവും കംപ്ലീറ്റ് ആയിട്ട് എമ്പുരാനിലൂടെ തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസും അതുപോലെ ആശീർവാദും കൂടി ചേർന്നിട്ടാണ് എമ്പുരാൻ സിനിമ നിർമ്മിക്കുന്നത്. വലിയ സിനിമ ആയതുകൊണ്ട് രണ്ട് ടീമും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് കമ്പനികളുടെയും ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള 5 പടം നല്ല ഒന്നാന്തരം ഫ്ലോപ്പായിരുന്നു എന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ലതുപോലെ അവരുടെ കയ്യിലുള്ള പൈസ കംപ്ലീറ്റ് ആയിട്ട് പോയതാണ്. അപ്പോൾ ആശീർവാദിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബറോസ്, അതിനു മുന്നേ മരക്കാർ, എലോൺ, അങ്ങനെ ഒരുപാട് സിനിമകൾ വരിയായിട്ട് എടുത്ത് പൊളിച്ച് പപ്പടമാക്കിയിട്ടിരിക്കുന്നൊരു സമയമാണ്. ആകെ നേര് സിനിമയ്ക്ക് മാത്രമാണ് തിയേറ്ററിൽ നിന്ന് അത്യാവശ്യം കളക്ഷൻ കിട്ടിയിട്ടുള്ള ആശീർവാദിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്ന്. ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ കാര്യവും വലിയ വ്യത്യാസമൊന്നുമില്ല. വേട്ടയ്യൻ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള വിടാമുയർച്ചി, അതിന് മുന്നേ ചന്ദ്രമുഖി 2, ഇന്ത്യൻ 2, പിന്നെ ഒരു മിഷൻ ചാപ്റ്റർ 1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞു പാളീസായിട്ടുള്ള അവസ്ഥയിലാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഇരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ ഒരു ഭൂലോക ഹിറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെയും അതുപോലെ തന്നെ ആശീർവാദ് സിനിമാസിൻ്റെയും കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവും.